ഹായ്, ഞാൻ ശ്രീലക്ഷ്മി. മല്ലു വോയിസ് ഫോർ ഫുഡ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങളിന്ന് കക്ക വരാൻ പോകുന്നതാണ്. ഞാനല്ല, ഏട്ടനും ചേട്ടനും അമ്മാവൻ്റെ മക്കളൊക്കെ കൂടെ ആറ്റിൽ പോയി കക്ക വരുന്ന വീഡിയോയാണ്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോകാം. ബാ. ഇപ്പം നമ്മൾ നമ്മുടെ സ്വന്തം അച്ചൻകോവിലാറിൻ്റെ തീരത്താണ്. നമ്മുടെ അളിയനും നമ്മുടെ മച്ചാന്മാരെല്ലാം കൂടെ കക്ക വരാൻ വിളിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കക്ക വരുന്ന വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഓ, കിട്ടിയോ? ബക്കറ്റ് കിടന്നതിനാണോ? ഇത് നമ്മൾ പോയി എടുത്തോണ്ട് നേരത്തെ വലിയ സാധനങ്ങളായിരുന്നു. കുമാറെ വിട്ട് ന്യൂമൊക്കെ ഒന്നും അല്ലായിരുന്നു. കാല് തപ്പി എടുക്കുന്ന ഏറ്റവും നല്ലത്. ഈ മുങ്ങി തെവിക്കാത്ത വെള്ളം കയറ്റേണ്ട ആവശ്യമില്ല. കാലിൽ എങ്ങനെയാ വിരൽ ഇടയ്ക്ക് കയറ്റിക്കും? തപ്പം കിട്ടും. ആണോ? നമുക്ക് അറിയാൻ പറ്റും കല്ല് ഏതാ കക്ക ഏതാണ്. അത് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. ഞാനിത് കണ്ട കല്ലാന്ന് മുങ്ങി തപ്പി അങ്ങോട്ട് ഞാനിവിടെ തപ്പിക്കൊണ്ടിരിക്കും. ഓർമ്മ എന്റെ കാലം ഞാൻ എടുക്കാൻ നോക്കുക. ഞാൻ തോട് മാത്രമേ പിന്നെ ഞാൻ ഇത്ര പേർക്ക് കള്ളക്കൊക്കെ ഉണ്ടാവില്ല. ഇത് അങ്ങ് നടുഭാഗത്തുണ്ടോ അതോ ഈ എറമ്പിലാണോ കൂടുതൽ കാണുന്നത്? ഞങ്ങളെ കൊല്ലാനാണ്. അടുക്കുണ്ട് ആംബുലൻസ് അങ്ങനെയുള്ള ഞാനത് പറയാൻ വരുമായിരുന്നു. സലീം പോകുന്നവരുണ്ടോ? പിള്ളേരും എടുക്കല. ഇതിനകത്ത് തോട് മാത്രമുള്ള ഉണ്ട് കേട്ടോ. അല്ലെ കിട്ടുവോ? ഞാൻ തുടങ്ങി കഴിഞ്ഞാൽ കിട്ടാതിരിക്കത്തില്ല. തോർത്ത് വെച്ച് വാരുവോ ഇത്? ആ, കിട്ടി 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 കിട്ടി. കുറെ ഉണ്ട് ഇതിന്റെ അകത്ത്. നമ്മള് തപ്പാത്തോണ്ടല്ലേ മുങ്ങി തപ്പുന്നത്. തോർത്ത് വെച്ച് വാരാൻ പറ്റുമോ? എന്തൊക്കെയാ ഇതിന്റെ ടെക്നിക്ക്? എങ്ങനെയൊക്കെയാ ഇത് വാറണ്ടേ? എന്തോ ടെക്നിക്കാ. നേരെ താഴോട്ട് മുങ്ങുക, കൈയിട്ട് തപ്പുക, കക്ക വെറുക്കുമ്പോ ഈ ഒരു കക്ക കൈ കയറുമ്പോ കണ്ണു തുറന്ന് മുങ്ങുന്നു. പിന്നെ കണ്ണടച്ച് മുങ്ങാൻ പറ്റുമോ? എന്നിട്ട് പോയി നോക്കുവോ കക്ക ഉണ്ടോ? തപ്പി തപ്പി നോക്കും. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ നോക്കും. കക്കയാണ് എടുത്തോണ്ട് വരും. അല്ല ചിലപ്പോ കല്ലായിരിക്കും. മനസ്സിലാവത്തില്ല ചിലത്. ഞാനൊന്ന് മുങ്ങാൻ അളിയൻ മുങ്ങി. അയ്യോ, അതുകൊണ്ട് കാലൊക്കെ ഇട്ട് പൊക്കുന്നു. കിട്ടിയോ? ഒരു ലോഡ് കല്ല്. ഇത് നമ്മുടെ കാരി അരവിന്ദ് ഇപ്പം എടുത്തോണ്ട് വരും. കക്കാരവിന്ദ് ആക്കേണ്ടി വരും ഇനി. കക്കാരവെന്ന് വിളിക്കുന്നു. കിട്ടി. കാര്യവെന്ന് കക്കാരവെന്ന് തരില്ല. കളക്കൊക്കെ ഉണ്ട്. തോട് മാത്രം കിട്ടിയോ? നൂബിഗോവ് എന്നാണ് ഇവിടെ പോകും. മുമ്പോട്ട് പോകും. ആയിവാ, കാണിച്ചേ കാണിച്ചേ. അതാണ് കണ്ടോ, ഗോപു പോയി. ആ, അത് ശരിയാ. ഇതുകൊണ്ട് ആ, അത് തന്നെ. കിട്ടിയോ? കിട്ടി. അയ്യോ, അതുകൊണ്ട് ഗോപു കാണിച്ചേ കാണിച്ചേ. അവൻ ഓരോ മുങ്ങിനും കക്ക എടുത്ത് കൈ വെക്കും. അങ്ങനെ മുങ്ങി ഗോപു ആണ് കേട്ടോ മാൻ ഓഫ് ദ സീരീസ്. അതാണ് സത്യം. ഗോപു ഒന്ന് തകർത്ത് കേട്ടോ.
ഒരു കളക്കാക്കാത്ത ഗോപു ഗോപു കാക്ക ഗോപു അളിയും പോകുന്ന വീഡിയോ ആണെങ്കിൽ എടുത്തു. എന്തോ ഒരാളിഞ്ഞോ അരവിന്ദിഞ്ഞോ അവനവിടെ തപ്പത്തു അരവിന്ദിഞ്ഞോ മറ്റേതെന്തോരം കാണിക്കുന്നത് ഇതേ ഇച്ചിട്ട് അടുത്ത് കാണിച്ചേ. അരവിന്ദേ അരവിന്ദ് എൻ്റെ വെളുത്ത കരങ്ങളിലേക്ക് വെച്ചിരുന്നു. എന്താ ചെളിയാണ്, കണ്ണ് തുറന്ന് എടുക്കാൻ പറ്റില്ല. നോക്കി അങ്ങനെ വലിച്ചു എടുക്കരുത്. അപ്പൊ അതൊക്കെ തപ്പി 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 നോക്കണം. ഞാൻ അങ്ങനെ ഞാൻ ചത്തു നാളെ ഗോപു ഗോപു അവനങ്ങനെ തപ്പി 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 നോക്കും. ഒരു കളക്കാക്ക ഇത് കള്ള അരവിന്ദുണ്ടെന്നാ കള്ളൻ. കള്ളനായാലും കിട്ടിയില്ലേ? കള്ളനല്ല. ഇതെന്തോ നീ എന്നോടാണ് പറയുന്നത്? എന്നോടോ നീ ദാസ? നമുക്കൊരു കക്കയുടെ വെയിറ്റ് അറിയുമ്പോൾ അറിയാം കള്ളാണോ കൊലപാതകമാണോ. ഇന്ന് ഗോപുവിന്റെ ദിവസമാണ്. അന്ന് അന്ന് അരവിന്ദിന്റെ ദിവസമായിരുന്നു. കാരി അരവിന്ദ്. ഇവിടെ നോക്കിക്കേ. ഒരെണ്ണമൊക്കെ പോയാൽ ഞാൻ സഹിക്കും. ആ ബക്കറ്റ് കമന്നു പോയാല ഇതിൻ്റെ അകത്ത് ഒരു വലുത് പോയിട്ടില്ല. എൻ്റെ വിട്ട് കഴിഞ്ഞു. ഞാൻ മുങ്ങി പക്ഷേ കിട്ടിയില്ല. അവിടെ മുങ്ങിക്ക്. അവിടെ തന്നെ ഉണ്ട്. ഞാൻ എങ്ങോട്ടും പോകത്തില്ല. ഞാനിങ്ങനെ കല്ലിൻ്റെ കീഴിൽ ഫുള്ള് കക്ക കൂടി കിടന്നു. പിന്നെ കല്ലായിരിക്കും തോത്ത്. അല്ല കക്ക ഉണ്ട്. സംശയമാണ്. അരവിന്ദ് പൊങ്ങി വരുമ്പോൾ കണ്ടു. അതുകൊണ്ട് ഞാനിങ്ങനെ കല്ലിൻ്റെ കീഴിൽ ഫുള്ള് കക്കയില്ലോടാ. ഞാൻ തപ്പി എന്നെ പിടിച്ചോണ്ട് തപ്പി. അതെന്തിനാ അതെന്തിനാ താങ്ങ അല്ലല്ലോ എന്തോ താങ്ങ. അതെന്തിനാന്ന് ഞാൻ ആരെ താങ്ങി അല്ല അവനെ എവിടെ വന്ന് കറക്റ്റ് സ്പോട്ട് ചെയ്യാൻ വേണ്ടി. എൻ്റെ കാലിരിക്കുന്നവിടെ ലെഫ്റ്റ് കാല്. ഞാൻ അതിനവിടെ ഇയാള് കളഞ്ഞു. അവിടെന്തോ മീനുണ്ടെന്ന് തോന്നുന്നു. അവിടെ അതൊന്ന് കറങ്ങി. പിന്നെ കിട്ടി വേണ്ടേ ഗോപു. എനിക്കൊരു സംശയം ഉണ്ട്. ഇവരെല്ലാം കൊണ്ട് കൂട്ടി വെച്ചേക്കും. പിന്നെ തൂട്ടിയൊക്കെയാണ് എനിക്കത് എന്നെ ഗോപു എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഗോപു ഒരു കൈ നിറയെ കക്കയും കൊണ്ടാ വരുന്നത് മുങ്ങുവാണെങ്കിൽ. ശ്രീകാന്തിന് വല്ലതും കിട്ടിയ? ആ കിട്ടി 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 കിട്ടി. ഒന്ന് പൊളിച്ചു നോക്കിയിട്ട് വേണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇത് കഴുകണം. എന്തിനാണെന്നറിയോ? എന്നിട്ട് മറ്റേ സാധനം ഉണ്ടെങ്കിൽ ഏത് പോയതുണ്ടെങ്കിൽ അത് നമുക്ക് തുറന്ന് കാണിക്കും. ആണോ? ഇതിനകത്ത് എന്തൊക്കെ മീനുണ്ട് ആറ്റില്? ഇതിനകത്ത് എല്ലാ മീനും ഉണ്ട്. ആഫ്രിക്കൻ മൂസി വരെ കാണില്ല. ഇവിടെ വീശാൻ പറ്റുമോ? സമ്മതിക്കുമോ? ഇവിടെ വീശാൻ പറ്റത്തില്ല. ഇവിടെ കണ്ണ് ഇവിടെ അല്ല, അവിടെ ഉണ്ണി അവിടെ വീശണം. വലിയ വലയൊക്കെ ഇട്ട് വെക്കും. വലിയ മറ്റേ ആണോ? ആഹാ. ഇങ്ങനെ കൊട്ടി 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 അടക്കി വെച്ചല്ല മീന്. എടാ അവിടെ ചെളിയില്ലടാ. ഞാനിപ്പോ മുങ്ങിയല്ലേ. മീനോ? എത്രയാണ് വലിയ മീൻ? വലിയ മീൻ കാല് മീനാണോ അത് വേറെ വല്ലതും ആണോ? വലിയ മീൻ കട്ടലുണ്ടോ ഇഷ്ടം പോലെ. അതാണ്. പക്ഷെ ഞാൻ എൻ്റെ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറമായി ഗോപു ഇന്ന്. നൈസ് പെർഫോമൻസ്. വലത്തെ കാലം ചവിട്ടി വെച്ചേക്കണം കക്ക. എടുത്തു വലത്തെ കാലം ചവിട്ടി വെച്ചേക്കണം.
കക്ക കൂവും. അയ്യോ അതെന്തോ അത് അതെന്തോ പറഞ്ഞ പോലെ എന്താ എന്താണെന്നാ അല്ല അല്ല അത് പൊങ്ങി നിൽക്കുക എന്തോട്ടോ എന്താണോന്നാ സംശയം അങ്ങോട്ട് പോവാ അത് പരിപാടി കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ആദ്യത്തെ ഘട്ടം. എല്ലാം നല്ലതല്ലേ? കൊള്ളത്തല്ല ഞങ്ങൾ ആദ്യം എടുത്ത് കളഞ്ഞു. ഞാൻ 2-3 വട്ടം ഇല്ല കഴിയില്ലേ, എന്നാൽ കൊള്ളാത്ത 3/4 ഭാഗം. പിന്നെ ഇപ്പോഴേ അറിയത്തില്ല, ബാക്കി കുഴുങ്ങുമ്പോഴേ അറിയത്തില്ല. അല്ല, ഒന്ന് ചെളി ഒന്ന് മാറിക്കിടങ്ങാന്ന് വെച്ചാൽ ഈ സൈസുള്ളതിനെ കിട്ടും. ഇനി ഉരുണ്ടിരിക്കുന്ന ഇതിൻ്റെ അകത്ത് നല്ല പീസായിരിക്കും. ഇതിൻ്റെ അതിൽ ഇതില്ലേ അതുപോലെ ഇതിൻ്റെ അതിൽ ഇതിൻ്റെ അകത്തൊക്കെ നല്ല ഇറച്ചി കാണും. ബാക്കിയുള്ള എൻ്റെ അകത്തൊക്കെ കുറച്ച് ഇതിൻ്റെ അകത്തൊക്കെ കുറച്ചെന്ന് വെച്ചാൽ ഒരെണ്ണം ഒരു അതിൻ്റെ വലിപ്പത്തിലല്ലേ വ്യത്യാസം വരുന്നത്? അതെ, ചെറിയതായിരിക്കും കാണുന്നത്. ഒറ്റ ഒരെണ്ണം കാണത്തുള്ളൂ എടുത്തി, ഒരൊറ്റ പീസ് ചെറുതും വലുതുമായിരിക്കും. ക്വാണ്ടിറ്റി വലിയ ഇച്ചിരി വലുതായിരിക്കും. അതെ അതെ. ഇതിനകത്തും ഈ ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നതിൻ്റെ അതിലൊക്കെ അത്യാവശ്യം ചെറിയ ആണെങ്കിലും ക്വാണ്ടിറ്റി കാണുമല്ലോ. ഇത് പക്ഷേ കള്ളന. ഇതൊക്കെ അത്യാവശ്യം വലിപ്പമുണ്ട്, നല്ല വെയിറ്റും ഉണ്ട്. ഇപ്പോൾ തോടിളകിയാലും അത്യാവശ്യം സാധനങ്ങൾ കാണും. ഇതെല്ലാം ഫിൽട്ടർ ചെയ്തതാ, തോടുള്ളതെല്ലാം എടുത്ത് കളഞ്ഞു. നല്ല വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കാണും. ഇങ്ങനെ ഉരുട്ടിരിക്കുന്നതാണ് ഇതൊക്കെ അല്ലേ? ഇതൊക്കെ നല്ല ഒക്കെ ജീവനുള്ള സാധനങ്ങളാ. നീ പെട്ടെന്ന് കൊണ്ടിട്ട് ഇങ്ങോട്ട് വാ. കഴിയാൻ നിൽക്കണ്ട, അടുത്ത കുറഞ്ഞിട്ടാ ശ്രീതേട്ടാ. ഇങ്ങോട്ട് ഞാൻ ശ്രീതേട്ടൻ കിട്ടിട്ട് കൊടുക്കും. ഏടാ ആണോ? കാണിച്ചേ. അതാണ് അതുപോലെ ഞാനും കൊണ്ടുവന്ന ഒരു എല്ലാം വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും ആരൊക്കെ എന്തോ കൊണ്ടുവന്നു. നീ എന്നെ പിടിക്കണ്ട, പിന്നെ പിടിച്ചിട്ടാണോ മുങ്ങുന്നത്? അങ്ങോട്ട് മാറി വേണ്ട വേണ്ട, എനിക്ക് പിന്നെ ഒന്ന് പിടിച്ചെടുത്താ ഞാൻ മുങ്ങിച്ചത്തോളാം. എടാ നീ എനിക്ക് പ്രതീക്ഷ ഇല്ലായിരുന്നു. ആ പ്രതീക്ഷ നീ നശിപ്പിക്കണം. നമ്മള് മീൻ മാത്രം കാര്യം കൂടി കാണാൻ പറ്റില്ല. അതേ ഉള്ളൂ നമ്മുടെ കക്കാക്കാച്ചറ പോവുപോയി. സിനിമയിൽ പറഞ്ഞ സ്ഥലം ഇതൊക്കെ എന്ത് ഇതിലും കൂടുതൽ അതെ അതെ. ഇപ്പൊ വരാറില്ല അമ്മ. ആണോ? അവരെവിടെയൊക്കെ ഇടണമെന്ന് പറയാൻ പറ്റില്ല. കയറി കുരുങ്ങില്ലേ? ആ കടവിൽ അവർ ചിലപ്പോൾ ഈ കൂടെ ഇട്ടാണ്, ചിലപ്പോൾ വലിയ മീനൊക്കെ കോഴിക്കാട് ഇത് 3 ഉണ്ട്. ഇവിടെ ഏറ്റവും വലിയ നീന്തലുകാരൻ കേട്ടോ ചെയ്യാണ്ടേ. ഏറ്റവും വലിയ നീന്തലുകാരൻ ആരാണ്? നിൽക്കുൻ്റെ അച്ഛൻ 1 മണിക്കൂർ വെള്ളത്തിൽ മുങ്ങിക്കിടക്കും.
ആ ഞാൻ കേട്ടിട്ടുണ്ട്. പുള്ളി എങ്ങനെ അറിയാം, ഇവിടുന്ന് ഒറ്റ മുങ്ങിന് അത് ഹരിവട്ടമാനം പോകും, ഇവിടുന്ന് ഒറ്റ മുങ്ങിന് അക്കരെ പോയി മുങ്ങി. ആണോ? അവള് മാങ്ങ എടുക്കാൻ ഒറ്റ മുങ്ങി ഇവിടുന്ന് അക്കരെ പോയാൽ മുങ്ങി മുങ്ങി മാങ്ങ എടുക്കും. എങ്ങനെ? ഈ മാവിലെയോ? താഴോട്ട് വീഴുമ്പോ മുങ്ങിയെടുക്കും. അതെന്തോ എവിടാന്ന് വെച്ചാ ഇവിടൊക്കെ വീഴുന്ന മാങ്ങ അവിടെ വീണാലും നല്ല ആഴോ. ഇവിടെ ഇവിടുന്ന് ഒറ്റ മുങ്ങിന് അപ്പുറം പോയിട്ട് അവിടെ ചെന്ന് പൊങ്ങത്തുള്ള ആലോചിച്ച് നോക്കി, അക്കരെ പോയ മുങ്ങത്തുള്ളൂ ഇവിടുന്ന് ഒറ്റ മുങ്ങിന്. നമ്മൾ പിടിച്ച കാക്ക നമ്മൾ ബക്കറ്റിലോട്ട് ഇടുക, വീട്ടിൽ കൊണ്ടുപോയി ബാക്കി പരിപാടി ഇല്ലേ? അത്രേ ഉള്ളു. വേണ്ട ഒരെണ്ണം കൊള്ളത്തില്ല. വീട്ടിൽ പോയിട്ട് തന്നെ ഇല വേണ്ട, വെള്ളം ഒഴിക്കണ്ട. വെള്ളം എടുക്കും. അതല്ല, പക്ഷെ ഇതിപ്പം മാനുവായിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് ഇത്രയും കിട്ടിയത്. അപ്പോൾ നമ്മുടെ കക്കാവരലൊക്കെ കഴിഞ്ഞു. നമ്മളപ്പോൾ ഇതും ഇത്ര നമുക്ക് കിട്ടിയ കക്ക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും കിട്ടുന്നത്. ഇവർ പറയുന്നത് ഇത്രയും കക്ക കിട്ടുന്നത് ആദ്യമായിട്ടാണ് ഇവിടെ. അപ്പോൾ അത് വന്നത് എന്തായാലും വെറുതെ ആയില്ല. നമ്മൾ 1.5 മണിക്കൂർ കൊണ്ട് 1.5 മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. 1.5 മണിക്കൂർ കൊണ്ട് വാരിയ കക്കയാണിത്. അങ്ങനെ അവരാറ്റി പോയി കക്ക വാരിക്കൊണ്ട് വന്നിട്ടുണ്ട്. ദേ ഇത്രയും കക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കക്ക നമുക്കിനി റോസ്റ്റ് ചെയ്യണം. ഇത് പക്ഷേ ഒറ്റ വീഡിയോ ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല, കാരണം ലെങ്ത് ഒരുപാടുള്ളതുകൊണ്ട് നമുക്ക് ഒറ്റ വീഡിയോയിൽ കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വീഡിയോ 2, അതായത് പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ 2 ഇതായിട്ടാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് ഞങ്ങളുടെ പ്രചോദനം. മറ്റൊരു വീഡിയോയായി വരുന്നിടം വരെ ടാറ്റ.